ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് നല്ലൊരു ബൗൾ എടുക്കുക. എന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് ഡേറ്റ്സും കുറച്ച് ക്യാരറ്റും ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ആവശ്യമുള്ളത് 4 മുട്ട, വാനില എസൻസ്, അതുപോലെ കാരമൽ ചെയ്ത ഷുഗർ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നല്ല തിക്കായിട്ട് വേണം ഇതിൻ്റെ കാരമൽ കിട്ടാനായിട്ട്. അതുപോലെ നല്ല കളറും വേണം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്, വാനില എസൻസും കുറച്ച് ലെമൺ ജ്യൂസും. ആ മുട്ടയുടെ ഒക്കെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തിരിക്കുന്നത്. 4 മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇത് നമുക്ക് ചെറിയ മുട്ടയായതുകൊണ്ടാണ് 4 എടുത്തത്. വലുതാണെങ്കിൽ നമുക്ക് 2 എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ബീറ്റർ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് ഷുഗർ ഞാൻ ഇതിലേക്ക് ചേർത്തു. കാരണം നമുക്ക് കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നത് കാരണം കൊണ്ട് 1 കപ്പ് എടുത്താൽ മതി. എന്നിട്ട് 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറും, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആണ് ഞാനിവിടെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം, ഷുഗർ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഷുഗർ നന്നായി മെൽറ്റ് ആവില്ല. പിന്നെ നമുക്ക് ഈ ട്രയാക്കിൾ സിറപ്പ് ചേർക്കാം. നല്ല തിക്കായിട്ടാണ് ഞാൻ ഈ കാരമൽ ട്രയാക്കിൾ സിറപ്പ് എടുത്തിരിക്കുന്നത്. ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ട്രയാക്കിൾ സിറപ്പിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബീറ്റ് ചെയ്തതിലേക്ക് കാരമൽ ഫുള്ള് ചേർത്തു. പിന്നെ നമുക്ക് ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തത്. പിന്നെ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം എല്ലാം എടുക്കാൻ. 2.5 കപ്പ് മൈദ, അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ. പിന്നെ പിന്നെ നമുക്ക് ഉപ്പാണ് ആവശ്യമുള്ളത്, സോൾട്ട്. അപ്പോൾ ഈ സോൾട്ട് ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത്. 2 ടീസ്പൂൺ മെഷർമെൻറ്റ് ടീസ്പൂണിൽ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി അരിച്ച് ഇതിലേക്ക് തന്നെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരറ്റ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഡേറ്റ്സ് കുരുകളഞ്ഞ് ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ കുറച്ച് ഡേറ്റ്സും കുറച്ച് ക്യാരറ്റും ഞാൻ ഈ കാരമൽ സിറപ്പിൽ ബാക്കിയുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇച്ചിരി കൂടി ഒന്ന് ബോയിലാവുമ്പോൾ. എന്നിട്ട് നല്ല ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലോട്ട് ചേർക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ബാറ്റർ. ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും ടേസ്റ്റോടു കൂടി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ ഞാനിത്തിരി ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ആ ഫ്രഷ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം ഓവൻ. അതുപോലെ നമുക്ക് ബേക്കിംഗ് ട്രേ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ച് ഞാനൊരു റൗണ്ട് പാനും എടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ പാനും എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹാഫ് ഭാഗം മാത്രം നമുക്ക് ഈ ബേക്കിംഗ് പാനിലും ഈ ബാറ്റർ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്കിത് കേക്ക് പൊങ്ങി വരുമ്പോൾ ഒത്തിരി ഷേപ്പൊക്കെ മാറിപ്പോവും. അതിലേക്ക് ഹാഫ് പോർഷൻ മാത്രം ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അത് എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തത് ഞാൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ്. ഇനി 170 ഡിഗ്രിയിൽ ഞാനിതുപോലെ ഒരു 60 മിനിറ്റ്സ് എടുത്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. 1.5 കിലോൻ്റെ കേക്കാണത്. കാഷ്യൂ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബാറ്റർ ഒത്തിരി ലൂസാവാൻ പാടില്ല, ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് ലൂസായി പോയി കഴിഞ്ഞാൽ കാഷ്യൂ ഒക്കെ നമുക്ക് ഡിപ്പായി പോവും. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതുപോലെ ബേക്കിംഗ് പാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞ്, ഇതാണ് ബേക്കിങ്ങിൻ്റെ ഓവൻ സെറ്റപ്പ്. ഈ 2 ഓപ്ഷനിലിട്ടിട്ടാണ് ബേക്ക് ചെയ്യേണ്ടത് 170 ഡിഗ്രിയിൽ. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ബേക്കായി ഇത് നല്ല ബ്രൗൺ കളറായി. അങ്ങനെ വയർ റാക്കിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് മറച്ചു കൊടുക്കുക. കാരണം ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അപ്സൈഡ് ഡൗൺ ആക്കുമ്പോൾ പ്ലേറ്റിലൊക്കെ വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് അടിയിൽ മുകളിൽ നല്ലതായിട്ട് ചൂടൊക്കെ ആറി എവിടെ ഒട്ടി പിടിക്കാതെ തന്നെ നന്നായിട്ട് കിട്ടാനാണ് ഇതുപോലൊരു വയർ റാക്കിൽ വെക്കുന്നത്. പതുക്കെ നമുക്കിപ്പോൾ അടിയിലത്തെ ബേക്കിംഗ് പേപ്പർ മാറ്റിയില്ലെങ്കിലും സാരമില്ല. പിന്നെ നമുക്ക് സൈഡൊക്കെ മാറ്റി കൊടുത്താലും മതി.
ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ചില കേക്കുകളുടെ അടിയിലൊക്കെ ബേക്കിംഗ് പേപ്പർ ഇരിക്കും, അത് വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 2 സൈഡ് മാറ്റിയിട്ടുണ്ട്. ഇത് സ്ക്വയർ കേക്കാണ്. നെക്സ്റ്റ് റൗണ്ട് കേക്ക്. റൗണ്ട് കേക്കിൻ്റെ മേൽഭാഗം ഇച്ചിരി ഡാർക്ക് കളർ ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് കട്ട് ചെയ്യില്ല, നെക്സ്റ്റ് ഡേയിലാണ് കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കണം ചൂടാറിയതിന് ശേഷം. ഇതുപോലെ ഇതും അപ്സൈഡ് ഡൗൺ ആക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക പുറകിൽ. അപ്പം നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇതുപോലെ നല്ല എവിടെ ഒട്ടി പിടിക്കാതെ തന്നെ നല്ല സോഫ്റ്റാണ് കേക്ക്. നമുക്കിതുപോലെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാനുള്ള ഈസി റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും. കാരമൽ ഉണ്ടാക്കുന്ന ഒരു സമയം മാത്രം നമുക്ക് വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് സിറപ്പ് നേരത്തെ അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള കേക്കുകൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ റൗണ്ട് കേക്കും സ്ക്വയർ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ വീണ്ടും തിരിച്ച് ഇതുപോലെ മാറ്റി വെച്ച് ഇതിൻ്റെ മേലെ ഭാഗം ഇതുപോലെ ആക്കി വെച്ചിട്ട് ഫോയിൽ പേപ്പറിൽ നമുക്കിതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. നെക്സ്റ്റ് ഡേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് സോഫ്റ്റായി കിട്ടാനാണ് നമ്മളിതുപോലെ സൂക്ഷിച്ച് വയ്ക്കുന്നത്. നെക്സ്റ്റ് ഡേ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഞാനിപ്പോൾ കാണിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിതുപോലെ കാണാം. താങ്ക് യു.